അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് തുറന്നെടുക്കണം. നമ്മുടെ ബോർഡ് രക്ഷയില്ല, കിടു സാധനം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് 5ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി സബ്വൂഫറിന്റെ ആംപ്ലിഫയർ ബോർഡാണ്. അതായത് നോർമൽ അല്ല, ക്ലാസ് ഡി ടൈപ്പ് ആംപ്ലിഫയർ ബോർഡാണ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ലാസ്റ്റത്തെ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ സബ്വൂഫറിന് പറ്റിയ നല്ല ആംപ്ലിഫയർ ഒക്കെ ഏതുണ്ട്, അപ്പം അതൊന്ന് പരിചയപ്പെടുത്താവോ എന്ന് ചോദിച്ചിരുന്നു. സോ ഗൈസ്, അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് വഴി ചോദിക്കാവുന്നതാണ്, നമ്മൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഗൈസ്, വീഡിയോയിലോട്ട് നമുക്കപ്പം പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സബ്ബുവിൻ്റെ ആംബ് നമ്മൾ ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പഴയ ഒരു DVD ഒരു ക്യാബിനറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു 2.1 ആംപ്ലിഫയർ ആക്കാൻ വേണ്ടി ഇരിക്കുവാണ്. സോ ഗൈസ്, നമ്മുടെ ഒരു ആംപ്ലിഫയർ ബോർഡ് ഈ ഒരു ആംബിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് തുറന്നെടുക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ആംപ്ലിഫയർ എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ. വളരെ ചെറുതാണ്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടൈപ്പ് കാണുന്നത്. നോക്കിക്കേ, നമ്മുടെ കൈപ്പത്തിയുടെ ഇത്ര ഉള്ള ഈ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിൽട്ടർ സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സബിൻ്റെ അത്. അപ്പോൾ ഇതൊരു 100 വാട്ട്സിൻ്റെ മോണോ സബ്വൂഫർ ബോർഡാണ്. ഓക്കെ, ഈ സബ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു 12 ഇഞ്ച് വരെയൊക്കെ നമുക്കിതിൽ സപ്പോർട്ടഡ് ആണ്. എനിവേ, നമുക്കിതിൻ്റെ വർക്ക് തന്നെ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഒന്ന് പറഞ്ഞേക്കാം അതിന് മുമ്പ്. അപ്പോൾ ബാക്കിലായിട്ട് ഇവിടെ ഒരു ഓക്സിലറി പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ടെർമിനൽ ബ്ലോക്ക് വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിൽ. അതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ലൈൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ കൊടുക്കാനുള്ള ഒരു DC സോക്കറ്റ് നമുക്കിതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 24 വോൾട്ട് കൊടുത്താലാണ് ഇതിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ പവർ ഓണായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റെഡ് LED ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സ്വിച്ചും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോഴാണ് സ്വിച്ച് ഓൺ ആകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. എനിവേ, അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതിൻ്റെ വർക്കിലോട്ട് തന്നെ പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിന് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യമേ വേണ്ടത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ കിറ്റാണ്. സ്ക്രൂ ഡ്രൈവർ കിറ്റ് തന്നെ വേണമെന്നില്ല, ഒരു സ്ക്രൂ ഡ്രൈവർ മതി. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാം ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് ഞാൻ മുമ്പിട്ടിരുന്നു. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഏതാണ്ട് 100 രൂപയുള്ള ഈ ഒരു കിറ്റിന് വരുന്നത്. 32 പീസ് ഇതിൽ വരുന്നുണ്ട്. എനിവേ, അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ആദ്യം തന്നെ സബിൻ്റെ കണക്റ്റ് നമുക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഗ്രീൻ ടെർമിനലിലാണ് നമ്മൾ സബിൻ്റെ ഒരു ഇത് കൊടുക്കാൻ പോകുന്നത്. സബിൻ്റെ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിൽ തന്നെ പ്ലസ് മൈനസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകുന്നില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എനിവേ, അപ്പം നമ്മൾ ആദ്യമേ തന്നെ പോസിറ്റീവ് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഇതിലോട്ടൊന്ന് കയറ്റുക. എന്നിട്ട് മേളിൽ സ്ക്രൂ ഉണ്ട്, നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ ഗൈസ്, ടൈറ്റ് ആയിട്ടുണ്ട്, ഇനി വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവും ഇതുപോലെ തന്നെ നമുക്ക് നൈസായിട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പം ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സബിൻ്റെ കണക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൽ നമുക്ക് 12 അതായത് നമുക്കിതിൽ 12 ഇഞ്ച് വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിലുള്ള ഇപ്പോൾ 8 ഇഞ്ച് ഡെയിൻറ്റിയുടെ സബ്വൂഫറാണ്, 100 വാട്ട്സിൻ്റെ ആണ്. നമ്മുടെ ആംബ് 100 വാട്ട്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്, 2 ആംപിയറിൻ്റെത്. മാക്സിമം ഒരു 5 ആംപിയർ ഒക്കെ നമുക്കിതിൽ കൊടുക്കാം, 24 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ കണക്ഷൻ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പവറും കണക്ട് ചെയ്യുവാണ്. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ പവർ കണക്ഷനും കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിലറിയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഇനി പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഗൈസ്, ഓക്സിലറി നമ്മൾ കണക്ട് ചെയ്യുവാണ്. എല്ലാം വളരെ എളുപ്പമാണ്. സോൾഡർ ചെയ്യുന്നതിൻ്റെ ഒറ്റ പരിപാടി പോലും ഈ ഒരു ആംബിലില്ല, എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എനിവേ, ഇനി നമ്മളിനി ഓണാക്കുന്നത് കണ്ടോണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്വൂഫർ ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ്. ജസ്റ്റ് ഓണാക്കുമ്പോൾ ഇവിടെ റെഡ് LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാവേ. അപ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും ഇത് കണക്കാൻ നേരം ഫസ്റ്റ് ടൈമേ. അപ്പോൾ യെസ്, അപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്നില്ല, അടിച്ചു പോയാ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല, ഇപ്പം കണ്ടോണേ. ജസ്റ്റ് ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. യെസ്, അപ്പോൾ ഇവിടെ റെഡ് LED കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടോ? നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കും കൂടി ഇനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യെസ്,
എനിവേ അപ്പോൾ നമ്മൾ സോങ് ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇവിടെ ഇല്ല, പണി കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളൊരു NCSന്റെ സോങ് പ്ലേ ചെയ്യാൻ പോവാണേ. അപ്പം നമ്മളിതിൽ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ അകത്ത് ഒരു അല്പം വോക്കലും കൂടെ വരുന്നുണ്ട്. അതെനിക്കൊരു ഡിഫോൾട്ടായിട്ട് തോന്നി. നമുക്ക് ഒരു വോക്കലും കൂടെ കയറി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സബിൽ. ഓക്കെ, അപ്പോൾ അത് വോളിയം കൂട്ടുവാണേ. ഇപ്പൊ കൂട്ടാൻ പോണേ. അടിപൊളി മൂവ്മെന്റ് ആണ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് പിടിക്കുന്നത്. അത് കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് അത്രയായിട്ട് അതിൽ ക്യാപ്ചർ ചെയ്യാൻ വഴിയില്ല. എനിവേ നമ്മൾ ഇനി ബാക്ക് ക്യാമറ കൊണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, സബിൻ്റെ ഒരു ബീറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ സബ് ഇവിടെ കട്ടിലെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ആംബ് ഓഫാണേ, കണ്ടോണേ. ജസ്റ്റ് ഒരു ക്ലിക്ക് ഇടുമ്പോൾ ഒരു ചെറിയ ക്ലിക്ക് സൗണ്ട് കേൾക്കാവേ. യെസ്, സംഭവം ഓണായിട്ടുണ്ട്. ഇതേ ഓ പൊളി പൊളി പൊളി. നമ്മുടെ ആംബിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. എനിവേ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ബോർഡിനെ പറ്റി വിശേഷിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഈ പഴയ സബ്വൂഫറൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ എനിവേ നമുക്ക് ഈ ഒരു ബോർഡ് ആഡ് ചെയ്യുവാണെങ്കിൽ അടിപൊളി വർക്കായിരിക്കും. അതായത് നമ്മൾ പവർ സപ്ലൈ മാറ്റണ്ട, ആ ഉള്ള പവർ സപ്ലൈയിൽ നമുക്ക് അടിപൊളി ഔട്ട്പുട്ടാണ് ഈ ഒരു ആംബ് തരുന്നത്. എനിവേ അപ്പോൾ നമുക്ക് ഹോം തിയേറ്ററോ അതിന് ഏതെങ്കിലും ഒരു ആംപ്ലിഫയർ ഒക്കെ മേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.